ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയാം. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവഹിതം അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാ ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവ് കർത്താവ് എന്ന് വിളിച്ചപേക്ഷിക്കുന്നവർ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് പിതാവിൻ്റെ ഹിതത്തിന് വില കൊടുക്കുന്ന വ്യക്തിയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് ക്രിസ്തു നമ്മോട് പറയുക. പ്രാർത്ഥന വേണം, പ്രാർത്ഥന ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അനുദിനം നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോരാ, ആ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് നിന്റെ ജീവിതത്തിൽ നീ വില കൊടുക്കാൻ കൂടി തയ്യാറാകണം. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ പിതാവിൻ്റെ ഹിതത്തിന് അനുസൃതമായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ ജന്മമെടുക്കുക. അപ്പോൾ ഈ വലിയ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ദൈവഹിതത്തിനനുസരിച്ച് നീ എത്രത്തോളം നിന്നെ മാറ്റിമറിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെ വിട്ടുകൊടുക്കുന്നുണ്ട്, അത് നീ ഒന്ന് പരിശോധിക്കുക. ദൈവഹിതമായിരിക്കട്ടെ നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ദൈവപിതാവിൻ്റെ ഹിതം എപ്പോഴും അന്വേഷിക്കുവാനായിട്ട്, ആ ഹിതത്തിന് ജീവിതത്തിൽ പ്രാധാന്യം നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട കൃപകൾ, നന്മകൾ, സംരക്ഷണം എല്ലാം നൽകി അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു